വിനോദ് സർ, നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊരു പിടുത്തം കിട്ടാത്ത ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. നിരന്തരമായി കൊലപാതകങ്ങളുടെ വിവരങ്ങൾ, ആക്രമണങ്ങളുടെ വിവരങ്ങൾ, സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു, അതുപോലെ തന്നെ പിതാവിനെ കൊല്ലുന്നു. ഈ അടുത്ത് തിരുവനന്തപുരത്ത് തൊട്ടടുത്ത, അതായത് കഴിഞ്ഞ ദിവസമാണ് ഒരു കുടുംബത്തിലെ 5 പേരെ ആ യുവാവ് ക്രൂരമായി കൊന്നുകളഞ്ഞത്. ഇതിന് പുറകിലോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് യുവാക്കൾ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നു, പ്രയാസങ്ങളിൽ ചെന്ന് ചാടുന്നു, അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോൾ ലഹരി എന്നൊക്കെ പറയുന്നത് ആളുകൾ ഉപയോഗിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മദ്യത്തിൽ നിന്നും ഒരു സിഗരറ്റിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ പറയുന്ന രാസലഹരിയിലേക്കാണ് യുവാക്കൾ കൂട്ടത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊച്ചിയെയും തിരുവനന്തപുരവും ഒക്കെ പണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ ആകമാനം അത് യുവാക്കൾക്കിടയിലേക്ക് കിട്ടാനുണ്ട് എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഈ പരസ്പരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഒരു ഈ പറയുന്ന ബോധവൽക്കരണവുമായിട്ടൊക്കെ ഇറങ്ങുകയും, പക്ഷെ അതിലപ്പുറത്തേക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഒന്നും കാര്യമായി ഇതിനെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെ ഫലപ്രദമായി തടയാൻ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കാത്തത്? നിലവിൽ നമ്മുടെ കേരളത്തിലെ ഒരു ലഹരി ഉപയോഗത്തിന്റെ അവസ്ഥ എന്താണ്? ഈ രണ്ട് കാര്യങ്ങളിലും അങ്ങയുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്താണ് അഭിപ്രായം? ആദ്യ രണ്ട് കാര്യങ്ങൾക്കും രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, ഇപ്പൊ ലഹരി തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നം തന്നെയാണ് കേരളത്തില്. പക്ഷേ ഇപ്പൊ പാർത്ഥൻ ചോദിച്ച ഇപ്പോഴത്തെ കേരളത്തിന്റെ പ്രശ്നങ്ങളുടെ കാരണം ലഹരിയാണോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ലഹരിയും കൂടെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് ലഹരിയാണോ പ്രധാന കാരണം എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പ്രമുഖ വിഷയമായ ലഹരിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിനകത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇത് വളരെ രസകരമായ കാര്യം. ഞാൻ ഒരു ട്രെയിനറാണ്, ഞങ്ങളൊരു ട്രെയിനിങ് ഗ്രൂപ്പുകളിലൊക്കെ അംഗമാണ്. ഞങ്ങൾ ഏതാനും ഒരു 5 വർഷത്തിന് മുന്നേ ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയും ബോധവൽക്കരണം നടത്താൻ വേണ്ടി ഞങ്ങളുടെ തന്നെ കുറച്ച് പേര് ഒരു ട്രെയിനിങ് എടുക്കാൻ വേണ്ടി മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്തു. ഈ പാരന്റ്സിനെ വിളിക്കുക, ഞങ്ങളുടെ തന്നെ അംഗങ്ങളെ വിളിക്കുക, അവരുടെ മക്കളെ വിളിക്കുക, ഒരുമിച്ച് ഞങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് 5 വർഷത്തിന് മുന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ അതിന്റെ ഒരു സത്യസന്ധമായ സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി മാനസിക രോഗ വിദഗ്ധരാണ് പ്രധാനമായിട്ടും ഇവരെ കൈകാര്യം ചെയ്ത് ചികിത്സിക്കുന്നത്. മാനസിക രോഗ വിദഗ്ധരാണ്. അപ്പൊ എറണാകുളത്ത് എന്റെ സുഹൃത്തുക്കളായ ഒരു 5 മാനസിക രോഗ വിദഗ്ധരോട് ചോദിച്ചു, ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഈ 5 പേരും എന്നോട് അന്ന് പറഞ്ഞത്, അല്ലാത്ത കാണുമായിരിക്കും, പക്ഷെ എന്തായാലും ഞാൻ ചോദിച്ച 5 പേരും പറഞ്ഞത് പ്രധാനമായിട്ടും കഞ്ചാവ് വരെ എത്തിയിട്ടുള്ളൂ. അത് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ എനിക്കിത് മടിയായതുകൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടത്തി. അന്ന് ഞങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ഈ സ്റ്റാമ്പ്, MDMA എല്ലാ മരുന്നുകളും അന്നേ കൊച്ചിയിലുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാര് പോലും അറിയുന്നില്ല ഇങ്ങനെ ഒരു ഡ്രഗിന്റെ ഉപയോഗം. അതിന്റെ അർത്ഥം എന്താ? അവരെ പിടിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ കുറച്ച് നാളായിട്ട് കേരളത്തില് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ. അതിനേക്കാളും വലിയ ഗതികേട് എന്താണെന്ന്, ഇതെല്ലാം സിന്തറ്റിക് ലഹരിയിലോട്ട് മാറുന്നു. സാധാരണ ലഹരി, അതായത് കഞ്ചാവിന്റെ ഉപയോഗം പോലും കുറയുന്നു എന്നുള്ളതാണ്. ഇത് ഒരിക്കലും സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ല. അടുത്ത നമ്മളൊരു കണക്കുകൾ നമ്മൾ നോക്കും. ഇങ്ങനത്തെ ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കണക്കുകൾ പുറകോട്ട് പോയി പരിശോധിക്കണ്ടേ. 2016 മുതൽ 2022 വരെ കേരളത്തിലെ ലഹരിയിൽ NDPS എന്നാണ് പറയുന്നത്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കേസുകളുടെ എണ്ണം 300% കൂടി എന്നുള്ളതാണ്. 300%. 2020 അത് 5000 ആയിരുന്നെങ്കിൽ 2021 അത് 5695 ഒരു 14% ജമ്പ്. ഇനി 2021 നിന്ന് 2022 ആയപ്പോഴത്തേക്ക് 26,629 കേസുകൾ, അതായത് 367% വർധനവാണ് ഈ കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. അതിനേക്കാളും വലിയ ഒരു ഞെട്ടിക്കുന്ന കാര്യം, ഈ സിന്തറ്റിക് ലഹരിയുടെ ഈ 2021 22 തമ്മിലുള്ള പിടിച്ച കേസുകളുടെ എണ്ണം, MDMA എന്ന് പറയുന്ന, അല്ലെ എക്സ്റ്റസി എന്ന് പറയുന്ന MDMA 21 പിടിച്ചത് 6000 ഗ്രാം ആയിരുന്നുവെങ്കിൽ അത് 7700 ഗ്രാമായി 26% വർധനയാണ്. മെംഫിറ്റമിൻ എന്ന് പറയുന്ന ഡ്രഗിന്റെ, ഇത് കേരളത്തിലെ മാത്രം പറയുന്നത്,
2638% വർധനവാണ് ഒറ്റ വർഷം കൊണ്ട്. അതായത് 26 ഇരട്ടി. LSD ആണെങ്കിൽ 10 ഇരട്ടി കൂടി. കൊക്കൈൻ ആദ്യമായിട്ട് പിടിച്ചത് 2022 അത് 100% വർധനവാണ്. അപ്പൊ ഈ പരമ്പരാഗതമായ ലഹരി മരുന്നുകളുടെ ഉപയോഗം, അതായത് ഗഞ്ചാവാണ്, നമ്മൾ ഈ ആൽക്കഹോൾ ഇതിനകത്ത് പെടുത്തുന്നില്ല, ഗഞ്ചാവിന്റെ ഉപയോഗം 35% കുറഞ്ഞു എന്നുള്ളതാണ്. ഈ 2021 22 തമ്മിൽ 35% കുറവാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗം വല്ലാണ്ട് കൂടുന്നു. മാത്രമല്ല ഈ മെംഫിറ്റമീൻ എന്ന് പറയുന്ന മരുന്ന്, മെത്താംഫിറ്റമീൻ പിടിച്ചതാണ് ഞെട്ടിക്കുന്നത്. ഒരു വർഷം കൊണ്ട് 26 ഇരട്ടിയാണ് ഗഞ്ചായുടെ ഉപയോഗം കുറയുന്നു. ഇനി കേരളത്തിൽ പിടിച്ചിട്ടുള്ള 2 വലിയ കേസുകളും കൂടെ നമ്മൾ അറിയണം. ഒന്ന്, ഒരു വലിയ ക്രിസ്റ്റൽ മെത്താംഫിറ്റമിൻ പിടിച്ചത് നമ്മുടെ ഈ തീരത്ത് നിന്ന് വളരെ അടുത്ത് 2525 കിലോ ക്രിസ്റ്റൽ മെത്താംഫിറ്റമിൻ ഒരു ഷിപ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടായി കോസ്റ്റ് ഗാർഡ്. ഈ കഴിഞ്ഞ മെയ് 2023 സംഭവിച്ചത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 2023-24 ഇതിനകത്ത് 8567 ഞാൻ നേരത്തെ പറഞ്ഞ NDPS കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിലാണ് ഏറ്റവും അധികം. ഇപ്പോഴത്തെ അത് 3000, ഈ 2021-22 368% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു വലിയ സീരിയസ് പ്രശ്നമാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സർക്കാർ പറയുന്ന കാരണമല്ല ഞാൻ പറയാൻ പോണേ. നമ്മള് പല പല ഇഷ്യൂസ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം ആൽക്കഹോൾ എന്ന് പറയുന്ന താരതമ്യേന വലിയ പ്രശ്നമില്ലാത്ത ഒന്നിനെ, കഞ്ചാവിനെയും പൂർണ്ണമായും പടിയടച്ച് പിണ്ടം വയ്ക്കാൻ, സാമൂഹികമായി പടിയടച്ച് പിണ്ടം വെച്ചതാണ്. ഇങ്ങനെ എന്ന് വെച്ച് ഇതൊന്നും നല്ലതാണെന്നല്ല ഞാൻ പറയണത്, ഒരു ഡോക്ടർ അത് പറയാനും പാടില്ല. പക്ഷെ പച്ചയായ സത്യങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കുന്നതിനകത്ത് വേറെ ആരും പറയൂല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ആൽക്കഹോൾ സർക്കാർ വിൽക്കുന്നു, കള്ള് വിൽക്കുന്നു, എന്നിട്ട് കള്ള് കുടിക്കുന്നവനെ തൂത്തുപറക്കിയിട്ട് പിടിക്കുന്നു. ഒരാളെ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ അവൻ ബാക്കി ചെയ്യുന്നതെല്ലാം കുറ്റകൃത്യമാണെന്ന് നമ്മുടെ സിനിമകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നു. അതായത് ഞാൻ കള്ള് കുടിച്ചിട്ടുണ്ട്, കള്ള് കുടിച്ചിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ കുറ്റക്കാരൻ, എന്റെ കുറ്റം അല്ലെങ്കിലും അത് എന്റെ തലയിരിക്കും. ഉടനെ കൊണ്ടുപോയി മണപ്പിക്കും, പിന്നെ അത് കള്ള് കുടിച്ചതിന്റെ തലയിലാക്കും. ഈ കള്ള് കുടിക്കുന്നവന് മര്യാദയ്ക്ക് സംസാരിക്കാനോ പെരുമാറാനോ പറ്റൂല എന്ന് നമ്മുടെ സർക്കാർ പോലും, കള്ള് വിൽക്കുന്ന സർക്കാരും പോലീസും പോലും വിശ്വസിക്കുന്നു. ഇതൊരു വലിയ ഗതികേടാണ്. അപ്പം ഈ മണപ്പിക്കുക, വഴിനീളം മണപ്പിക്കുക, ഇത് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ വഴിനീളം മണപ്പിച്ച് അതിൽ നിന്ന് കാശുണ്ടാക്കുക, കള്ള് വിറ്റ് കാശുണ്ടാക്കുക, പിന്നെ വഴിനീളം മണപ്പിച്ചിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കുക. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മദ്യപിക്കുന്നവനെ എന്തോ ഒരു വലിയ അപരാധിയെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മണമടിക്കുന്ന ഒരു ലഹരിയാണല്ലോ മദ്യം. അപ്പൊ ന്യായമായി, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ മണമടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം പോകാം. വീട്ടിലായാലും ശരി, സ്കൂളിലായാലും ശരി, എവിടെ ആയാലും ശരി. അപ്പൊ ആള് പതുക്കെ വിചാരിക്കും, എന്നാ പിന്നെ നമുക്ക് മണമില്ലാത്ത ഒരെണ്ണം പിടിച്ചാലോ, ഇത് വിചാരിക്കും. പിന്നെ ഈ ലോകത്തെങ്ങും കഞ്ചാവിനെതിരെ ഏറ്റവും വലിയ പ്രചരണം നടത്തിയിട്ടുള്ള ടുബാക്കോ ലോബിയാണ്. ഇന്ന് പല അഡ്വാൻസ് രാജ്യങ്ങളും കഞ്ചാവ്, സത്യം പറഞ്ഞാൽ ടുബാക്കോയുടെ അത്ര അഡിക്ഷനും ഇല്ല, അത്രയും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ നിലയിൽ പറയാൻ പറ്റില്ല, സർക്കാരിന്റെ കാര്യത്തിനെതിരെ പറയുന്നതല്ല. പക്ഷേ ലോകത്ത് നമ്മൾ ചോക്കാണെങ്കിൽ സംശയം ചോദിച്ചോട്ടെ, ഈ കഞ്ചാവ് പല വിദേശ രാജ്യങ്ങളിലും, അത് ഉദാഹരണത്തിന് അമേരിക്കയിൽ പോലും ഈ സൈക്യാട്രിക് പ്രോബ്ലത്തിനുള്ള ഒരു മികച്ച മെഡിസിൻ ആയിട്ട് അതിന്റെ ഒരു ഡോസ് നൽകുന്നുണ്ട് എന്ന് കേൾക്കാറുണ്ട്. സത്യമാണോ? ഇല്ല, അങ്ങനെയല്ല. അത് സൈക്യാട്രിക് അസുഖങ്ങൾക്കല്ല, തീർച്ചയായിട്ടും അല്ല. ഈ ചില പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ മെഡിക്കൽ ഗ്രേഡ് മരിവാന, മെഡിക്കൽ ഗ്രേഡ് കഞ്ചാവ്, അത് ഇന്ത്യയിൽ പോലും പെർമിസിബിൾ ആണ് ചില സ്റ്റേറ്റുകളിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിലെ ഇൻവെസ്റ്റർ മീറ്റില് അതിന്റെ ഒരുത്തം വന്നിരുന്നു. ഇത് ലൈസൻസ് ഉള്ള, ഇന്ത്യ മുഴുവൻ വിൽക്കാൻ ലൈസൻസ് ഉള്ള, അതിനെ പറ്റിയൊക്കെ ഉള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്, ചാനലിൽ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇത് പക്ഷെ അത് സൈക്യാട്രിക് രോഗങ്ങൾക്കല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ, ആങ്സൈറ്റിക്കും ചില പ്രത്യേക കാര്യങ്ങൾക്കൊക്കെ മെഡിക്കൽ ഗ്രേഡ് വേണം പ്രിസ്ക്രിപ്ഷൻ. ഞാൻ അതേ സ്ഥലത്ത് പോയി ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, മെഡിക്കൽ ഗ്രേഡ് മരിവാന ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചോക്ലേറ്റ് രൂപത്തിലും ഈ പ്രിസ്ക്രിപ്ഷനോടുകൂടി കിട്ടും. ഞാൻ അതൊന്നല്ല പറഞ്ഞ, പക്ഷെ ഇതിന്റെ പ്രശ്നം നമ്മൾ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞത് കൊണ്ട് എന്ത് പറ്റി, പിള്ളേർ വളരെ ചെറിയ രീതിയിൽ എളുപ്പം കടത്താവുന്ന രീതിയിലുള്ള ഡ്രഗ്സിലോട്ട് തിരിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ ഒരു കാരണം. ഇത് സിനിമയാണോ കാരണം? ഒന്നുമല്ല. ഇത് കുടുംബ ബന്ധങ്ങളിലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ് ആദ്യത്തെ കാരണം. ഇപ്പൊ എന്റെ അച്ഛനും ഞാനും തമ്മിലൊക്കെ വളരെ കുറച്ചേ സംസാരിക്കുള്ളായിരുന്നു.
പക്ഷെ ഞാനും എന്റെ പിള്ളേരും തമ്മിൽ എന്ത് കാര്യവും സംസാരിക്കാം. അതുകൊണ്ട് അവരുടെ ചുറ്റും നടക്കുന്ന രണ്ട് പെൺകുട്ടികളാണ്. പെണ്ണുങ്ങളെന്ന് വെച്ചാൽ അവരൊക്കെ മുതിർന്നവരെ, 32 വയസ്സും 26 വയസ്സുമായി. അപ്പം അവർക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അറിയും. ഇത് ആ കമ്മ്യൂണിക്കേഷന്റെ ഗുണമാണ്. അതുകൊണ്ട് എങ്ങോട്ടാണ് അവര് പോകുന്നത്, ഏത് കമ്പനിയിലാണ് അവർ പെടുന്നത്, നമ്മൾ ഒന്നും അടച്ചു പറയുകയല്ല അവരോട്. അപ്പൊ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ഒരു അവസരം കിട്ടും. എത്ര പേരൻസിന് നമ്മുടെ നാട്ടില്, ഈ കേരളത്തില് മക്കളെല്ലാം വന്ന് തുറന്നു പറയുന്ന എത്ര പേരൻസ് ഉണ്ടെന്ന് നെഞ്ചി കൈവച്ച് അവർ പറയും. എന്റെ പിള്ളേർക്ക് എല്ലാം എന്നോട് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ആ ബന്ധമാണ് ആദ്യം വേണ്ടത്. എന്റെ ഭാര്യയ്ക്ക് ആ ബന്ധം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. അത് ഉള്ളത് എന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് വന്ന് എന്നോട് പറയാം. അപ്പം മാത്രമാണ് എനിക്കൊരു ചാൻസ് കിട്ടുക. ഞാൻ ചിലരെയൊക്കെ തിരുത്താൻ നോക്കിയിട്ടുണ്ട്. അതായത് ചില ആളെ വിളിച്ച്, മകൻ ഒരു ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, മകൾക്ക് ഒരു ചെറിയ ഇങ്ങനെ കേൾക്കണു, അതിപ്പം കഞ്ചാവായി കേട്ടാലേ ഡ്രഗ്സ് എന്നുള്ളതല്ല, വേറെയും ചില കാര്യങ്ങൾക്ക് ഇവര് നമ്മുടെ ശത്രുക്കളായി മാറുകയാണ് ചെയ്യുക. ഈ നമ്മുടെ സുഹൃത്തുക്കളായ അവരുടെ മക്കൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് തെറ്റായ രീതിയാണ്. ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ സാധാരണ എന്റെ മക്കളുടെ പ്രശ്നം ഞാനായിരിക്കും ഏറ്റവും അവസാനം അറിയാം, അല്ലേ? സാധാരണഗതി അറിഞ്ഞാൽ പോലും വെളിയും മിണ്ടൂല. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹ വ്യവസ്ഥിതയുടെ പ്രശ്നമാണ്. ഭയങ്കര സ്ട്രെസ്, പഠിക്കാനായാലും ശരി, ജോലിയുടെ കാര്യത്തിലായാലും ശരി, നമ്മളൊരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു യുവാവിനോ കൊടുക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്ന അവന്റെ ആങ്സൈറ്റി, അവന്റെ ഉത്കണ്ഠ, അവരുടെ സ്ട്രെസ് ലെവൽ, ഇതൊക്കെ മാനസിക സമ്മർദ്ദമൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിനും പറ്റിയ ഒരു വിളനിലം, വിത്തിട്ടാൽ അപ്പ പൊടിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ആക്ച്വലി വെളിയിൽ, ഇപ്പൊ നമ്മളെ സ്വീഡനിലായാലും ശരി, യൂറോപ്യൻ കൺട്രിയിലൊന്നും ഇത്രയും സ്ട്രെസ്സോടുകൂടി പിള്ളേരും ഇല്ല, അവർക്ക് ഇതുമില്ല. നമ്മൾ എന്തോന്നു വലിയ ലോകം വെട്ടിപ്പിടിക്കാനായിട്ട് പഠിക്കുക. അവനെ 5ാം ക്ലാസ് തുടങ്ങി ഡോക്ടറും എഞ്ചിനീയറും അല്ലെങ്കിൽ IIT കയറ്റാൻ വേണ്ടി അങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്ട്രെസ്, ഇനി പഠിച്ചു കഴിഞ്ഞാലുള്ള സ്ട്രെസ്. ഇപ്പൊ എന്റെ പിള്ളേർ രണ്ടുപേരും മെഡിക്കൽ സ്റ്റുഡൻസാണ്, ഡോക്ടേഴ്സ് ആയി കഴിഞ്ഞു. അപ്പൊ ഇവര് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അച്ഛാ, അതൊരു ഭയങ്കര ടോക്സിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഈ ടോക്സിക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരെ പറയുന്നതിന്റെ സൂചന. ഞാൻ പറഞ്ഞു, എടാ ഈ കോളേജിൽ പോകാത്തതോ, അയ്യോ അത് അവിടെ പോയാൽ ശരിയാവില്ല, ടോക്സിക് ആണ്, അത് ഞാൻ അടുത്ത ആഴ്ച ഇത് റിസൈൻ ചെയ്ത് വരേണ്ടി വരും. അപ്പൊ ഇങ്ങനെ റിസൈൻ ചെയ്ത് വരാൻ സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടാക്കുകയും തിരിച്ച് നീ അവിടെ തന്നെ സർവൈവ് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് അവൻ സൂയിസൈഡ് ചെയ്യുന്നത്, അല്ലെ അവൾ സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് പരിഹാര മാർഗമായിട്ട് എന്ത് ചെയ്യും? ഡ്രഗ്സിലോട്ട് പതുക്കെ തിരിയും. അപ്പം അധ്യാപകരായാലും ശരി, നമ്മുടെ സമൂഹമായാലും ശരി. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം ചോദിച്ചു. ആ 5 പിള്ളേരെ പോലീസ് പിടിച്ചു. എവിടെ? നമ്മുടെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ. ആ 2 പെൺപിള്ളേർ 14 15 വയസ്സുള്ള പിള്ളേരായതുകൊണ്ട് പോലീസ് പറഞ്ഞു, മക്കളെ നീ വീട്ടിൽ പോ, ഇവന്മാരെ ഞങ്ങൾ കൊണ്ടുപോകണം. അവന്റെ ഇത് തുറന്നു നോക്കിയാൽ മൊത്തം കോണ്ടം, ഗർഭനിരോധന ഉറകൾ, ഡ്രഗ്സുമായിരുന്നു. അപ്പൊ പിള്ളേരെ വിട്ടു. ഈ പയ്യന്മാരെ, അമ്മയുടെ അച്ഛന്മാരെ പിടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നത്. പോലീസുകാർ കൊച്ചു പിള്ളേരൊന്നും ഒരു നിവൃത്തി കൊണ്ട് അവർ ശല്യം ചെയ്യൂല. മുതിർന്നവരെ കിട്ടിയാൽ ഇത് വിൽക്കുന്നവരെ കിട്ടിയാൽ അവന്മാര് ശരിയാക്കാം, അത് വേറെ കാര്യം. പക്ഷേ ഈ കൊച്ചു പിള്ളേരെയൊക്കെ, അവർക്ക് മക്കളുള്ളതല്ലേ, ഈ പിള്ളേരെന്താ ചെയ്ത? പെൺപിള്ളേര് നേരെ എടുത്തു ചാടി, ലോകം മുഴുവൻ അറിഞ്ഞു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ പോലീസ് അവരെ രക്ഷിക്കാൻ നോക്കുമ്പോ പോലും, അല്ലെങ്കിൽ എന്നാൽ വീട്ടിൽ പോകുമെന്ന് പറയുമ്പോ പോലും പിള്ളേർക്ക് അടുത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ അത് താങ്ങുമോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ. എന്റെ മക്കൾ ഒരു കുഴപ്പം കാണിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കുമെങ്കിലും ചെയ്യണ്ടേ? എന്നിട്ട് പറയും നീ ചെയ്തത് ശരിയായില്ലെന്ന് പറയാം. പക്ഷെ എനിക്ക് കേൾക്കും, അടിക്കും, പുറത്താക്കി കളയും, കൊന്നുകളയും എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ വിചാരിക്കും നേരെ എന്നാ ചാടിക്കളയാന്ന് വിചാരിക്കും. അപ്പൊ ഇത് വളർത്തുദോഷത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, സ്കൂളിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രശ്നമുണ്ട്, സമൂഹം കൊടുക്കുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഇതിന്റെ പ്രശ്നമുണ്ട്. ഇതൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളല്ല. ഇത് നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് പല പല എപ്പിസോഡുകളായിട്ട് ചർച്ച ചെയ്താൽ മാത്രമേ ഡ്രഗ്സിനെതിരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് തീർച്ചയായും ഇതൊരു അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂ ആണ്. നമ്മൾ അതിനെ ഇവിടെ ഒരു സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഇത് കാരണം ഡ്രഗ്സ് ആണ്, ഇതിന് കാരണം സിനിമയാണ്, ഇതൊന്നും അല്ല എന്റെ സത്യം. ഇത് വേറെ പലതുമാണ് സത്യം. നമ്മൾ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനത്തെ പുറത്ത് കൊണ്ട് ചാങ്ങിക്കൊടുക്കുകയാണ്. വീട്ടിലിരിക്കുന്ന പാരന്റ്സ് ആണ് പ്രശ്നം, പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പ്രശ്നം, ജോലി സ്ഥലങ്ങളിലെ ഇതാണ് പ്രശ്നം, നമ്മുടെ സമൂഹത്തിന്റെ എക്സ്പെക്ടേഷനാണ് പ്രശ്നം, നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നം. അതിന്റെയൊക്കെ കാരണം കൊണ്ടാണ് അവർ ഇതിലൊക്കെ പോകുന്നത്. അപ്പം എനിക്കൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ എന്നാ പിന്നെ 2 അടിച്ചേക്കാം, അല്ലെ ഇത് ചെയ്തേക്കാം, ചിലപ്പോൾ ആ സിനിമയൊക്കെ ഇതൊക്കെ വിചാരിച്ചിരിക്കാം. പക്ഷെ ബേസിക്കലി മര്യാദയ്ക്ക് ആരോഗ്യമുള്ള മനസ്സുള്ള ഒരു കുട്ടിയും ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
തീർച്ചയായിട്ടും. അതായത് ഞാനിപ്പോൾ അങ്ങയുടെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത് ബേസിക്കലി ഈ പറയുന്നത് പോലെ ഈ കുട്ടികളുടെയൊക്കെ മാനസികമായിട്ടുള്ള നിലവാരം അല്ലെങ്കിൽ അവരുടെ ശേഷി വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. ആ ഒരു ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഡ്രഗ്സ് അടിച്ചിട്ട് മാനസികമായ പ്രശ്നം വരികയല്ല, നേരെ മറിച്ച് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് ഡ്രഗ്സിലേക്കും മറ്റു കാര്യത്തിലേക്കും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ക്യൂരിയോസിറ്റി എന്നൊരു സാധനമുണ്ട് കൊച്ചു പിള്ളേർക്ക്. ഈ കൂടുള്ളവൻ ചെയ്യുമ്പോ പിയർ പ്രഷർ എന്ന് പറയും. കൂടുള്ളവൻ അത് ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ചുമ്മാ ഒരു കൗതുകത്തിന് ഉപയോഗിച്ച് നോക്കും. അതിന്റെ കൂട്ടത്തില് അത് സംഭവം കൊള്ളാം. അതിന്റെ കൂട്ടത്തിൽ ഈ സ്ട്രെസ്സും ഞാൻ നേരത്തെ പറഞ്ഞ സാധനം കൂടെ വരുമ്പോ ആദ്യം ചുമ്മാ ഒരു എക്സ്പെരിമെന്റേഷൻ ആയിരിക്കും, ചുമ്മാ ഒരു കൗതുകത്തിനായിരിക്കും ഉപയോഗിച്ച് നോക്കുന്നത്. അത് കഴിയുമ്പോ ചിലതിൽ പെട്ടുപോകും. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടുപോകും. അപ്പൊ അത് ഇതാ ഞാൻ പറഞ്ഞു, വളരെ വിപുലമായ വിഷയമാണ്. നമ്മൾ പല പ്രാവശ്യം ഓരോ ആസ്പെക്ട് ആയിട്ട് എടുത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇത്തരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടതെന്നും ഒരു വലിയ രീതിയിൽ വലിയ ഒരു വിശാലമായ അർത്ഥത്തിൽ ഇതിനെ കാണണം, അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.